ആറളം ഫാമിൽ വീണ്ടും കാട്ടാനക്കലി. ഇന്ന് പുലർച്ചെ 10-ാം ബ്ലോക്കിലെ താമസക്കാരനായ അനീഷ് എന്ന 40 വയസ്സുകാരൻ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആറളം ഫാമിലെ 13-ാം ബ്ലോക്കിൽ വെച്ച് വെള്ളി, ലീല എന്നീ വൃദ്ധദമ്പതികൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടർക്കഥയാവുന്ന വന്യജീവികളുടെ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനാകാതെ ദമ്പതികളുടെ മൃതദേഹം എടുക്കുവാൻ ജനങ്ങൾ സമ്മതിച്ചിരുന്നില്ല. ജനപ്രതിനിധികളുടെ ഇടപെടലിനും ഒപ്പം വനം മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ളവർ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചകൾക്കും ഒടുവിൽ കുടുംബക്കാരുടെ അഭ്യർത്ഥന കൂടി മാനിച്ചാണ് വൃദ്ധദമ്പതികളെ സംസ്കരിക്കുവാൻ പ്രതിഷേധക്കാർ സമ്മതിച്ചത്. ശക്തമായ പ്രതിഷേധങ്ങൾ ഇരമ്പുമ്പോഴും കാട്ടാനക്കലിക്ക് പരിഹാര മാർഗങ്ങൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കിലോമീറ്റർ നീളുന്ന ആനമതിലും ഫെൻസിംഗ് വേലിയും അക്ഷരാർത്ഥത്തിൽ നോക്കുകുത്തികളാവുകയാണ്. 5-10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കൊണ്ട് മാത്രം മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഇന്ന് അനീഷ് എന്ന ചെറുപ്പക്കാരന്റെ ജീവനെടുത്തത്. എത്ര കാലം എന്ന് വിചാരിച്ചാണ് ആറളം ഉന്നത നിവാസികൾ കാട്ടാനകളെ ഭയന്ന് അതിജീവനം സാധ്യമാക്കുക? കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 15 ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടമായത്. ആ മരണത്തിന്റെ പട്ടികയിലേക്ക് അനീഷ് എന്ന ചെറുപ്പക്കാരനും കൂടി എഴുതി ചേർക്കപ്പെടുമ്പോൾ അവസാനമില്ലാതെ തുടരുന്ന ആനക്കലിയിൽ നിന്നും ആറളം ഫാമിലെ ഉന്നത നിവാസികൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. അനീഷിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.